ശ്രീ സിബി സത്യൻ, ഇത് അനിവാര്യമായിരുന്ന ഒരു പതനമായിരുന്നുവല്ലോ, സംഭവിക്കുമായിരുന്നു അടുത്ത് തന്നെ. അത് ഈ 2025 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു എന്ന് മാത്രം. ഇത് സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം നമ്മൾ മുൻകാല ചർച്ചകളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ മുദ്രാവാക്യവുമായി രൂപപ്പെട്ട ഒരു പാർട്ടി അത് 12 വർഷം സർവൈവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. സ്വാഭാവികമായിട്ടും അത് ആ പാർട്ടിയെ തകർക്കാനായിട്ട് അത് ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ കടക്കൽ വെച്ച് വെട്ടിക്കളയുക എന്ന കൃത്യമായ രാഷ്ട്രീയ ദൗത്യമാണ് ബി.ജെ.പിയുടെ സർക്കാർ ചെയ്തത്. അതായത് അഴിമതി വിരുദ്ധത എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായിട്ട് വന്ന എ.എ.പിയുടെ ഏറ്റവും സമുന്നതരായ 2 നേതാക്കൾ അഴിമതി കേസിൽ അകത്ത് കിടന്നു. അത് മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും. ആ അകത്ത് കിടന്നപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ വെണ്ടറ്റയാണ്, ഇതൊരു രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന ആം ആദ്മിയുടെ ഒരു വേർഷൻ, ഒരു നറേറ്റീവ് ജനം അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ആം ആദ്മിയുടെ 22 സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോഡിയയും വിജയിക്കാതിരുന്നത്. നമ്മളത് വളരെ കൃത്യമായിട്ട് കാണണം, ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂവ്മെന്റ് പൊളിറ്റിക്സ് ആണ്. ഈ മൂവ്മെന്റ് പൊളിറ്റിക്സിൽ ജനങ്ങൾക്ക് വലിയൊരു ആസ്പിറേഷൻ ലെവൽ ഉണ്ടായിരുന്നു, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷനകത്ത് ഈ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ആ എക്സ്പെക്ടേഷനെ തകർത്ത് കളഞ്ഞു. അല്ലെങ്കിൽ 12 വർഷത്തിന് ശേഷം അവർ ആ എക്സ്പെക്ടേഷന് താഴെ പോയി. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഒരു വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനേക്കാൾ ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ ആയിരുന്നു വലിപ്പം കൂടുതൽ. ആ ത്രാസാണ് കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ ഒരു പരാജയം നേരിടേണ്ടി വന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട മഞ്ജുഷ്, ആത്യന്തികമായിട്ട് ഈ പാർട്ടിയുടെ ജന്മം ഒരു സിംഗിൾ മുദ്രാവാക്യത്തിലായിരുന്നെങ്കിൽ, അതായത് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഴിമതിക്കെതിരെ എന്നുള്ളതായിരുന്നെങ്കിൽ, കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇതിനകത്ത് ഇതിനെ ഒരു പ്രത്യയശാസ്ത്ര സംഭവമായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ, ഒരു പ്രത്യയശാസ്ത്ര പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ ആം ആദ്മിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞതേയില്ല. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുക്കില്ലായിരുന്നു എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. പല ഘട്ടങ്ങളിലും പല രീതിയിൽ പെരുമാറുന്ന ഒരു പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി പോയോ? ഇപ്പോൾ ബി.ജെ.പിയെ നേരിടുന്നതിന് വേണ്ടി സോഫ്റ്റ് ഹിന്ദുത്വ പുറത്തെടുക്കുവാനായിട്ട് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചു. അത് ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ സ്വീകരിച്ചു എന്നത് കേജ്രിവാളിനെതിരെ ബി.ജെ.പി സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ അത് ഏത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും ഉണ്ടാകും എന്ന കാര്യം തുറന്നു കാട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്തുണ കേജ്രിവാളിന് നൽകി. അത് ഇന്ത്യ സഖ്യത്തിന് ഉപയോഗപ്പെടുകയും ചെയ്തു. അതല്ലാതെ കേജ്രിവാൾ വിശ്വസിച്ചു പോയോ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, എന്നോട് മൃദുവായി പെരുമാറുന്നത് ആം ആദ്മി പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്? അല്ല, ഇന്നലത്തെ ഒരു പോയിന്റ് ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി കുറച്ചു മുമ്പ് പറയുന്നത് കേട്ടതിന്റെ തുടർച്ചയായിട്ട് ഞാൻ ആവർത്തിക്കാം. അതായത് അരവിന്ദ് കെജ്രിവാള് അറസ്റ്റിലായി ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ പ്രചരണ റാലികളിലും ചുറ്റി നടന്ന് സംസാരിക്കുകയും ഈ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിന് ഒരു വലിയൊരു ആവേശം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനത്തിന് വളരെ പോസിറ്റീവായിട്ട് വന്നു ഭവിച്ച ഒരു സംഗതിയാണ്. അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെ പറയുന്നു. അത് പക്ഷേ കോൺഗ്രസിനേക്കാൾ കൂടുതൽ, RJD-യേക്കാൾ കൂടുതൽ, SP-യേക്കാൾ കൂടുതൽ ആം ആദ്മി പാർട്ടിയുടെ ആവശ്യമായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ആ സന്ദർഭത്തിൽ. ആം ആദ്മി പാർട്ടി വേട്ടയാടപ്പെടുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഈ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചുള്ള ശക്തമായ ഡിഫൻസ് ആവശ്യമുണ്ട്. ആ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, സ്വന്തം എന്താ പറയുന്ന ഫൈറ്റിന് സഹായം ആവശ്യപ്പെട്ടിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും പോയതും സംസാരിച്ചതും പ്രസംഗിച്ചതും ഒക്കെ. അല്ലാതെ നമ്മൾ അതിന് തൊട്ടു മുമ്പുള്ള കാലം എടുക്കുക. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു രൂപവൽക്കരണ ചർച്ചയിൽ, അതിന്റെ തുടർന്നുള്ള ചർച്ചകളിലൊക്കെ ഏറ്റവും ശക്തമായി ഈഗോയിസ്റ്റിക് ആയ ഒരു സ്റ്റാൻഡ് എടുത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. കാരണം അവര് ഒരു കാരണവശാലും ഞങ്ങൾ സഖ്യത്തിന് തയ്യാറല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സീറ്റ് തരാം അല്ലെങ്കിൽ 1/2 സീറ്റ് തരാം, ആ തരത്തിലുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും, ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവിടുത്തെ ഭരണകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനെ തങ്ങളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ആം ആദ്മിയുടെ തീരുമാനമാണ്. അല്ലാതെ ആം ആദ്മിയെ ഞങ്ങളുടെ കൂടെ നിർത്താമെന്നുള്ളത് കോൺഗ്രസിന്റെ തീരുമാനമല്ലല്ലോ ഒരിക്കലും. അപ്പൊ ആ ഘട്ടത്തിൽ പോലും, അതായത് അമിതമായ ആത്മവിശ്വാസം, അതായത് ശക്തമായ ഒരു മത്സരം വരുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്ന് പറയുന്ന ഒരു സന്ദർഭം കൂടി അതിനകത്തുണ്ട്. കാരണം 2 നേതാക്കന്മാർ ജയിലിലായി, തങ്ങൾ മുന്നോട്ട് വെച്ച അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർന്നിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു നിലപാട് ആം ആദ്മി പാർട്ടിയുടെ. അതാണ് തുടക്കത്തിൽ പറഞ്ഞ സൗജന്യമായിട്ട് വാഗ്ദാനങ്ങൾ നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ അത് ജനങ്ങൾ എല്ലാ കാലത്തും വിശ്വസിച്ച് കൂടെ നിൽക്കും എന്നുള്ളതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രവും. തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് മഞ്ജുഷ, നമ്മളതിനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ആം ആദ്മി പാർട്ടി ഫ്രീ ബി പാർട്ടി ആയിട്ടല്ല രംഗത്ത് വന്നത്.
ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നത് അഴിമതി വിരുദ്ധ പാർട്ടിയായിട്ടാണ്. ഇന്ത്യയില് ക്യുമുലേറ്റീവായി നടന്ന എല്ലാ അഴിമതികൾക്കുമെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പൊളിറ്റീഷ്യൻസും ചെയ്യുന്ന അഴിമതിക്കെതിരെ ഒരു വലിയ ശബ്ദമായിട്ടാണ് ആം ആദ്മി പാർട്ടി വന്നത്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ, ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യയിലെ വനിതകൾ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് ജീവനക്കാർ, ഇന്ത്യയിലെ ടെക്കികൾ ഒക്കെ ആം ആദ്മിക്ക് കൂടെ നിന്നത്, അവരുടെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തത്, അവര് എന്താ പറയുക, ആ ക്രൗഡ് ഫണ്ടിങ്ങിന് കൂടെ നിന്നതൊക്കെ ബിക്കോസ് ഇറ്റ് വാസ് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്. അഴിമതിക്കെതിരെ വന്നുകൊണ്ടാണ്. അല്ലാതെ ഇത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ബി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. കാരണം അങ്ങനെ അധികാരത്തിൽ വന്നാൽ ഫ്രീ ബി കൊടുക്കുന്ന പാർട്ടികൾക്ക് പിന്തുണ കൊടുക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടേണ്ടിയിരുന്നത് DMK-ക്കും AIADMK-ക്കുമായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ കൊണ്ട് നടക്കുന്നത് പോലെ ഫ്രീ ബി പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഒരിടത്തും നടക്കുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടല്ല അവർ കൂടെ നിന്നത്. അവർ കൂടെ നിന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇലക്ഷനിൽ സാധാരണഗതിയിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഇന്ത്യയിലെ മധ്യവർഗ സമൂഹം അന്ന് ആം ആദ്മി പാർട്ടിയെ വളരെ ശക്തമായിട്ട് ഒപ്പം നിന്നത്, അവരുടെ ഐഡിയൽസിനെ ഉയർത്തിപ്പിടിച്ചത്, അവർക്കൊപ്പം കൈകോർത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറായത്, അവർ മുന്നോട്ട് വെച്ച അഴിമതി വിരുദ്ധത എന്ന് ശരി, അത് ആം ആദ്മി പാർട്ടി പറയുന്നത് മറന്നോ എന്നുള്ളതാണ് ശ്രീ ബേസിൽ ജോൺ. അത് മറന്നു